അടിമുടി അച്ഛൻ്റെ മകനാണ് ചാണ്ടിയുമ്മൻ. 53 വർഷക്കാലം ഉമ്മൻചാണ്ടിയെ നെഞ്ചേറ്റിയ പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് പുതിയൊരു രാഷ്ട്രീയ മാറ്റം തേടുമ്പോൾ അവരുടെ പ്രതിനിധിയായി ചാണ്ടിയുമ്മനെ തിരഞ്ഞെടുക്കാൻ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. 37,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയ അദ്ദേഹം ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ 28,000-ത്തിലധികം വോട്ട് കൂടുതൽ നൽകി പുതുപ്പള്ളിക്കാർ അവരുടെ പുതിയ നാഥനായി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയക്കുമ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കേണ്ട എതിരാളികൾ വ്യക്തിപരമായും കുടുംബത്തെയും അടക്കം അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും തകർക്കാൻ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം ഉമ്മൻചാണ്ടി നേരിട്ട ശൈലിയിൽ തന്നെയാണ് ചാണ്ടിയുമ്മനും നേരിട്ടത്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം പുതുപ്പള്ളി മണ്ഡലത്തിന് MLA എന്ന നിലയിൽ നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. അച്ഛനേക്കാൾ പ്രസരിപ്പോടെ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം MLA ഓടിയെത്തുന്നു. പാവപ്പെട്ടവർക്ക് കരുതലായി ഒപ്പം നിൽക്കുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം അവരുടെ പുതിയ MLAയെ വളരെയധികം കാര്യവുമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം ചാണ്ടിയുമ്മനെ എതിരാളികൾ ആക്രമിച്ചത് അദ്ദേഹത്തിന് വേണ്ടത്ര രാഷ്ട്രീയ പരിചയമില്ല എന്ന് പറഞ്ഞാണ്. അതിനുള്ള മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തൻ്റെ കന്നിപ്രസംഗത്തിൽ തന്നെ എതിരാളികളെ ഞെട്ടിച്ചുള്ള തീപ്പൊരി പ്രസംഗം. പുതുപ്പള്ളിക്കാർക്ക് നന്ദി പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ചു തുടങ്ങിയ ചാണ്ടിയുമ്മൻ UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം അക്കമിട്ട് പറഞ്ഞു. കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും അടക്കമുള്ള ജനോപകാരപ്രദമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചത് UDF സർക്കാരാണെന്നും ആ പദ്ധതികൾക്ക് ഇടംകോലിടാനേ CPM ശ്രമിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് അദ്ദേഹം നിയമസഭയിൽ കത്തിക്കയറി. നാട്ടിലെ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമെല്ലാം നിയമസഭയിൽ നിരത്തിയ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗം തന്നെ വലിയ ആഹ്ലാദാരവങ്ങളോടെയാണ് UDF അംഗങ്ങൾ സ്വീകരിച്ചത്. പ്രസംഗത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പലതവണ ശ്രമിച്ച ഭരണപക്ഷ അംഗങ്ങളെ അവർ ഒന്നായി ചേർത്തു. ഉമ്മൻചാണ്ടി എന്ന നേതാവ് തികച്ചും ജനകീയനായിരുന്നു. തന്നെക്കുറിച്ച് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതിനെയെല്ലാം ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പലപ്പോഴും ഈ സൗമ്യത തന്നെ ഉമ്മൻചാണ്ടിക്ക് വിനയായി എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം സോളാർ കേസിലടക്കം വളരെ നീചമായ രീതിയിൽ വ്യക്തിപരമായി ആക്രമിച്ചു. കാറിൽ സഞ്ചരിക്കുമ്പോൾ കല്ലെറിയുക വരെ ഉണ്ടായി. എന്നിട്ടും അദ്ദേഹം കാണിച്ച ഒരു പക്വതയും മാന്യതയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് പുതുപ്പള്ളിക്ക് അപ്പുറം കേരളം ഒന്നാകെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ വേദനിച്ചത്. മരണശേഷവും പുതുപ്പള്ളിയുടെ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഫാക്ടറിനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പോലും പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം. പലപ്പോഴും ഉമ്മൻചാണ്ടി എന്ന സഹതാപതരംഗം ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പരമാവധി ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒഴിവാക്കി പകരം വികസനവും രാഷ്ട്രീയ വിവാദവും എല്ലാം പ്രചാരണ ആയുധമാക്കിയ CPM തന്ത്രങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെയാണ് നിലം പതിച്ചത്. അങ്ങനെ പുതുപ്പള്ളിയുടെ പുതിയ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചാണ്ടിയുമ്മൻ തൻ്റെ പിതാവിൻ്റെ മരണത്തോടുള്ള പുതുപ്പള്ളിയുടെ ആദരവായി മാത്രം തൻ്റെ വിജയത്തെ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. പകരം ജനങ്ങൾ തന്നിലേൽപ്പിച്ച വിശ്വാസം ഒരു ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് ചുറുചുറുക്കോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെത്തു. മണ്ഡലത്തിൽ വിവിധ തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അതിലേറെ ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് മണ്ഡലത്തിലുടനീളം ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന, എല്ലാവർക്കും പാർപ്പിടം ഉറപ്പുവരുത്തുന്ന പുതിയ പദ്ധതി. ഇതുമൂലം ആ നാട്ടിലെ സാധാരണക്കാർക്കടക്കം അതിൻ്റെ പ്രയോജനമുണ്ടാകുന്നു. ഓരോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും നിവേദനങ്ങളുമായി ആളുകൾ കാത്തു നിൽക്കുന്നു. അവരെ ആരെയും മുഷിപ്പിക്കാതെ എല്ലാവരുടെയും പരാതികൾ കേൾക്കുന്നു. അവർക്കെല്ലാം ഉറപ്പ് കൊടുക്കുന്നു. ജനസമ്പർക്ക പരിപാടിയടക്കം നടത്തി ജനകീയനായ ഒരു പിതാവിൻ്റെ മകൻ പിന്നെ എങ്ങനെയാകാനാണ്? പുതുപ്പള്ളിക്ക് വികസനമില്ല എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമിറക്കി തെരഞ്ഞെടുപ്പിന് നേരിട്ട് പെട്ടിയിലായ CPMനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നതാണ് ചാണ്ടിയുമ്മൻ്റെ ഊർജ്ജസ്വലതയോടെയുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം ഉമ്മൻചാണ്ടി ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിച്ച പുതുപ്പള്ളിയുടെ നാഥനായി ഇനിയും ചാണ്ടിയുമ്മൻ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും.